ചിക്മംഗ്ലൂരിൽ വിനോദസഞ്ചാരത്തിന് പോയ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള ദാരുണമായിട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനന്ദയുടെ വീട്ടിലാണ്. 4 ദിവസം മുൻപാണ് ശ്രീനന്ദ ഇത്തരത്തിൽ കുടുംബത്തോടൊപ്പം ഏകദേശം 40 പേരടങ്ങുന്ന സംഘത്തോടൊപ്പമാണ് യാത്രയ്ക്ക് പോയത്. ആദ്യഘട്ടത്തിൽ ഹംപിയിലൊരു യാത്ര ചെന്നെത്തി. അതിനുശേഷം 2 ദിവസം അവിടെ തങ്ങിയ ശേഷമാണ് പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനായിട്ട് പോയത്. പക്ഷേ ഈ ചിക്മംഗ്ലൂരിലെത്തി ഇത്തരത്തിൽ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു. ഏകദേശം ഒരു മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ശ്രീനന്ദയെ ഇത്തരത്തിൽ കാണാതാകുന്നത്. അദ്ദേഹത്തിനോടൊപ്പം വിനോദസഞ്ചാരത്തിന് പോയ വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ അന്ന് സംഭവിച്ചത്? അന്ന് സംഭവിച്ച് ഞങ്ങൾ ഈ കുട്ടിയെ ബോഡി കണ്ടെത്തിയെന്ന് പറയുന്ന ഭാഗത്ത് ഞങ്ങൾ അവസാനം കുട്ടിയെ ഉൾപ്പെട്ട ഫോട്ടോയിൽ നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയെ ഒരിക്കലും ആ സമയത്ത് അവിടെ എത്തിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ അടക്കം ആ കുട്ടിയെ അമ്മ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് കയറി വരികയാണ്. അല്ലെങ്കിൽ ഈ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കയറി വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കണ്ട് ഈ ഒരു സൈഡിൽ കൂടെ കയറി വരുമ്പോൾ മറുഭാഗത്ത് കൂടെ ഐസ്ക്രീമൊക്കെ പിടിച്ചിട്ട് കുട്ടിയുടെ അച്ഛൻ മറ്റു ബന്ധുക്കളും ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടി പിന്നെ ഒരു ഭാഗം ഒരു സമയത്ത് കുട്ടീൻ്റെ അമ്മ അന്വേഷിക്കുമ്പോൾ അപ്പുറത്തൊക്കെ ഉണ്ടാവുമെന്ന് പറയുമല്ലോ. പിന്നെ കുറച്ചും കൂടി എവിടെയും കാണാനില്ല എന്നുള്ള വെപ്രാളപ്പെട്ട് അന്വേഷിക്കുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛൻ ബന്ധുക്കളും ആ ഭാഗത്തു നിന്നാണ് അവസാനമായിട്ട് കയറി വരുന്നത്. അപ്പോൾ ഈ കുട്ടി 5 വരുവനെ ഭാര്യ അടക്കം നിന്ന് എടുക്കുന്ന ഫോട്ടോയിൽ കുട്ടി ഉൾപ്പെട്ടിട്ടുണ്ട് താനും. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. പക്ഷേ ഈ 5:20 സമയത്ത് ഞാൻ ചിലപ്പോൾ ഈ കൊക്കട ഈ ഭാഗത്തായിരിക്കും. നമ്മൾ അങ്ങനെ സമയം നോക്കേണ്ട കാര്യമില്ല. പിന്നീട് നമ്മളിപ്പോൾ ഈ കാണാതായി എന്നൊക്കെ പറയുമ്പോൾ ഫോട്ടോകളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഈ കൃത്യമായ സമയം പറയുന്നത്. ആദ്യഘട്ടത്തിലെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? അല്ല, ആദ്യഘട്ടത്തിൽ കുട്ടി ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും കയറി പോകണം ഒരു വാഹനത്തിൽ, അല്ലെങ്കിൽ കുട്ടി അപകടം സംഭവിക്കാം. അപകടം സംഭവിക്കുക പറഞ്ഞപ്പോൾ വ്യൂ പോയിൻ്റ് ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയും കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ സംഘം ചേർന്ന് പോകുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ മറ്റുള്ളവർ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരാൾ പുറകിൽപ്പെട്ടിട്ട് കാല് വഴുതി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള സംശയം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് അതന്നെ ഈ അപകട സമയത്തൊന്നും ഈ കുട്ടീനെ അന്വേഷിച്ച് കണ്ടെത്താത്ത ഇരുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സാധ്യതയാണ് പിന്നെ നിൽക്കുന്നുള്ളൂ. കുട്ടി എന്തായാലും ഒറ്റയ്ക്ക് സ്വമേധയാ പോവില്ല. ഒറ്റയ്ക്ക് പോകാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം ഇത്രയും 40ഓളം പേര് നിങ്ങളടങ്ങുന്ന സംഘമാണ് പോയത്. ഇതിലേതെങ്കിലും ഒരാളെങ്കിലും കുട്ടി ആ സാഹചര്യത്തിൽ കാണേണ്ടതാണല്ലേ? അതെ, കുട്ടി സ്വമേധയാ പോകേണ്ട ഒരു കാര്യമില്ല. അവർ അതിവ്യക്തമായിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട വിഷയമാണത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ അപാകതകളുണ്ടായിരുന്നോ? ആദ്യഘട്ടത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ സഹകരിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ MLA മറ്റേ MP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കർണാടക പോലീസായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണമൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഇപ്പം ഈ അവരുടെ തെരച്ചിലിൻ്റെ കാര്യത്തിലൊന്നും വീഴ്ച പറ്റിയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ തിരക്കണ സമയത്തൊന്നും ഇല്ല. ഞങ്ങൾ അന്ന് രാത്രി കയറി പോകുന്നതാണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞ് ആ രീതിക്ക് അന്വേഷണം നടത്തില്ല. അതിന് കുറ്റവാളികൾക്ക് അവർ കുറ്റവാളി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ സാധ്യതയുൾപ്പെടെയാണ് ഈ കുടുംബം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആരോപണങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് ഇത്തരത്തിൽ മുഖവിലക്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് കുട്ടിയുടെ ചെറിയച്ഛൻ ഉൾപ്പെടെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും നിലവിൽ ഈ കുട്ടിയുടെ മൃതദേഹം ഏകദേശം 1500 അടി താഴ്ചയിൽ നിന്നാണ് കണ്ടെത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മൃതദേഹത്തിന് ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ, മരണകാരണം എന്താണ് എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ ഒരു വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. മൃതദേഹത്തിന് എത്ര ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇനിയിപ്പോൾ നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട്. അത് ഉൾപ്പെടെ പുറത്തു വരുമ്പോഴായിരിക്കും ഇതിലെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ, ദുരൂഹതയുണ്ടോ, ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ഏതായാലും പുറത്തു വരിക. അതെ, നമുക്ക് എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു വരട്ടെ. ഏറെ വേദനാജനകമായൊരു വാർത്തയാണ് പുറത്തു വന്നത്. എങ്ങനെയെങ്കിലും ശ്രീനന്ദ രക്ഷപ്പെടും, അവർ ജീവനോടെ തിരികെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷ ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ്. വസ്തുതകൾ എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ. എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ പുറത്തു വരട്ടെ. അപ്പോൾ ഇതിൽ കേരള പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് നമ്മുടെ പാലക്കാട് SP ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിലെല്ലാം ഒരു പ്രത്യേകമായി താല്പര്യമെടുക്കുകയും സർക്കാരിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് അവിടെ കേരള പോലീസ് ഉൾപ്പെടെ അവിടെ പോവുകയും കാര്യങ്ങൾ നമുക്ക് ഒരു വഴിത്തിരിവിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്.
കുട്ടിയെ കാണാനില്ല എന്ന പരാതിയിൽ ഇങ്ങനെ ഒരു വിഷമകരമായൊരു സ്ഥിതിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഉണ്ടായിരുന്നത്. അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറെ പ്രയാസകരമാണ്. തുടർന്നുള്ള കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ രക്ഷിതാക്കളുടെയൊക്കെ അവരുടെ ആശങ്കകൾ ഉൾപ്പെടെ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. വസ്തുത പുറത്തു വരട്ടെ, കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ശരിയായ നിലയിൽ നടക്കട്ടെ. അതിനുശേഷം ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല, നമ്മളിപ്പോൾ ദുരൂഹതയുടെ ഒരു വിഷയം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചില പ്രതികരണങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇതുവരെ കുട്ടിയെ കാണുന്നില്ല, അവരുടെ അന്വേഷണം ആ നിലയിൽ കണ്ടെത്താനുള്ള അന്വേഷണം വേണ്ട നിലയിൽ വേഗതയിൽ നടക്കുന്നില്ല എന്നൊക്കെയുള്ള ആശങ്കകളും അഭിപ്രായങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ആ ആശങ്ക ഇവിടെ ഇപ്പോൾ അവസാനിച്ചു. ഇനി അടുത്തൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അതിലെന്നുള്ളതിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കേരള പോലീസിൻ്റെയും ഇപ്പോൾ സർക്കാർ എന്ന നിലയിൽ സാധ്യമായ നിലയിലുള്ള എല്ലാ സഹായവും ഈ കാര്യത്തിൽ സത്യസന്ധമായി അന്വേഷണം നടത്തി മുന്നോട്ട് പോകാനുള്ള മുൻകൈ ഉണ്ടാവും. ഇക്കാര്യം കൂടി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ എത്തിക്കുകയും ചെയ്യും. അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല ഇപ്പോൾ. കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്ന സമയമാണ്. ഏതെല്ലാം കാര്യത്തിൽ സർക്കാരിന് ഏതളവ് വരെ ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിലൊക്കെ ഒരു കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഞാൻ അതിലെന്തെങ്കിലും പ്രതികരിച്ചു പോകുന്നത് അത് തെറ്റായൊരു പ്രതികരണമായി പോകുമെന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് അങ്ങനെ പ്രതികരിക്കുന്നില്ല. അല്ല, ആദ്യം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോലും ഇപ്പോൾ പറ്റുന്നില്ല. അവിടെ ഫോൺ റേഞ്ച് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരവിടെ എത്തി. ഫസ്റ്റ് ഓഫ് ആൾ പോസ്റ്റ്മോർട്ടം നടക്കട്ടെ, എന്നിട്ട് അത് നന്നായി അത് വേറെ എന്തെങ്കിലും ഒരു ദുസ്വാധീനത്തിന് വഴങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകാതെ സാധാരണ നിലയിൽ പോസ്റ്റ്മോർട്ടം നടക്കട്ടെ. പോസ്റ്റ്മോർട്ടം നടന്ന് ഇങ്ങോട്ട് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടം എന്നുള്ള നിലയിലും സ്റ്റേറ്റ് എന്നുള്ള നിലയിലുമൊക്കെ ഈ കാര്യത്തിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കുക, ഇടപെടുകയും ചെയ്യുകയും ചെയ്യാം. ഓക്കെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ 3-4 ടൂർ സംഘടിപ്പിച്ചായിരുന്നു. 4-ാം തീയതി എപ്പോഴായിരുന്നു ഇവിടുന്ന് പുറപ്പെട്ടത്? ഞങ്ങൾ 4-ാം തീയതി ഇവിടുന്ന് 3 മണിക്ക് ഹംപിയിലേക്കാണ് ഫസ്റ്റ് പോയത്. ഹംപിയിൽ എത്ര ദിവസം അവിടെ നിന്നു? അവിടെ 2 ദിവസം. അതിനുശേഷമാണ് ചിക്കമംഗളൂരിലേക്ക്. അവിടുന്ന് പിന്നെ 7-ാം തീയതി 7-ാം തീയതി കാലത്ത് അവിടുന്ന് പോന്നു. എന്നിട്ട് ഇവിടെ ചിക്കമംഗളൂർ വന്നിട്ട് പിന്നെ അന്ന് തന്നെ ഞങ്ങൾ രാത്രി തിരിക്കണം പറഞ്ഞിട്ടാണ് വന്നത്. അവസാനത്തെ ട്രിപ്പാണ് ദിവസമായിരുന്നു. 8-ാം തീയതി കാലത്ത് ഇവിടെ എത്തും വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്താണ്. ഇതിൽ കുട്ടികളൊക്കെ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ മൊത്തം 40 പേരാണല്ലോ. കുട്ടികളടക്കം 40 പേര്. അതെ. ഈ ശ്രീനന്ദയുടെ കൂടെ ആ സമയത്ത് കുട്ടികളുണ്ടായിരുന്നു? കുട്ടികളുടെ അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ കുറേ കുട്ടികളുണ്ട്, 3-4 കുട്ടികളുണ്ട്. അവരെല്ലാവരും കൂടിയാണ് ഇതിൽ എല്ലാറ്റിനും നടക്കുകയൊക്കെ ചെയ്യുക. ആരും തനിയെ പോകുന്നില്ല, എവിടെയും തനിയില്ല. ഇവരെല്ലാവരും പിള്ളേരും എല്ലാവരും ഒന്നിച്ചിട്ടില്ല പോവുക. അത് ഏതെന്ന് എനിക്കറിയില്ല. അല്ല, എവിടെ വീഴാനുള്ള സാധ്യതയില്ല. അവിടെയുള്ള ആൾക്കാരുടെ ഇത് കാണുമ്പോൾ നമുക്ക് തട്ടിക്കൊണ്ടുപോയതാണെന്നുള്ള ഒരു ഇത്. ഒന്നിനും സഹകരിക്കുന്നില്ലല്ലോ അവർ. ഒരു കടക്കാരും സഹകരിക്കുന്നില്ല, ഒന്നിനും സഹകരിക്കുന്നില്ല. അവർ അതിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അവർ അങ്ങനെ പറയുന്നത്. മറ്റു ശബ്ദങ്ങളൊന്നും ഒന്നും കേട്ടില്ല. പിന്നെ വേറൊരാൾ വന്നിട്ട് ഞങ്ങൾക്ക് സഹായത്തിന് എല്ലാവരും കൂടി അതിൽ മലയാളം കുറേശ്ശെ അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ലേഡി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലേഡീനെ പിന്നെ കണ്ടില്ല. പിന്നെ എന്നിട്ട് അയാൾ താഴത്തേക്ക് വന്ന് പോലീസ് സ്റ്റേഷനിൽ അവർ പിന്നെ വേറെ 3-4 പേര് കൂടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എല്ലാവരും സഹായിക്കുകയൊക്കെ ചെയ്തത്. ആ ലേഡി നടന്നൊക്കെ പിന്നെ എവിടെ പോയി എന്ന് കണ്ടില്ല. പിന്നെ എവിടുന്നാണ് വന്നതെന്ന് അറിയില്ല ഇവർ. 2 പേരും മലയാളം കുറേശ്ശെ സംസാരിക്കും, നല്ല സംസാരിക്കില്ല. അല്ല, അവർ പിന്നെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. ഫുൾ ടൈം പോലീസ് സ്റ്റേഷനും എല്ലാം സംസാരിക്കാനും. നമുക്ക് കന്നഡ അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പിള്ളേരെയൊക്കെ പിന്നെ ഇതാക്കുമ്പോൾ അതിനൊക്കെ സഹായിച്ചവർ. ഞങ്ങളന്ന് പിന്നെ പോലീസിൽ അവിടെ ഞങ്ങളുടെ എല്ലാവരും ഫോൺ നമ്പറും ആധാർ കാർഡൊക്കെ വാങ്ങി വെച്ച് ഞങ്ങൾ എന്നിട്ട് അന്ന് 7-ാം തീയതി രാത്രി 8-ാം തീയതി പുലർച്ചെ 3 മണിക്ക് അവിടെ നിന്ന് പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും തുടക്കത്തിൽ വീഴ്ച ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് നല്ല സമ്മർദ്ദം പോയപ്പോൾ പിന്നെ രണ്ടാമത് തുടങ്ങിയതാണ്. മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ പറയുന്നത് കേട്ടത് അറിയില്ല. MLA യുമായി ബന്ധപ്പെട്ടപ്പോൾ അതാ പറഞ്ഞത്. മുഖ്യമന്ത്രി അറിയിച്ചു.
അവിടെ അതല്ല, പിന്നെ അവിടെയുള്ള ആൾക്കാർ ആരും സഹകരിക്കുന്നില്ലായിരുന്നു ഇതിന്. നമ്മളിങ്ങനെ ഒരു കുട്ടീനെ കാണാനല്ലേ നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചാൽ എല്ലാവരും ഓടി സഹായിക്കാൻ കൂടുമല്ലോ. ഇത് അവർ നമ്മളെന്തെങ്കിലും പോയിച്ചു വെച്ചാൽ നമ്മളോട് മേക്കിട്ടേറാൻ വരും. അവർ ഒന്നും സഹകരിക്കുന്നില്ല. അവർ എന്ത് പറഞ്ഞാലും ഇല്ല ഒറ്റയ്ക്ക് പോകില്ല. എല്ലാ പിള്ളേരും കൂടി കൂടിയിട്ട് തന്നെ പോണത്. കുറച്ച് ഒരു ചെറിയ വഴിയല്ല, കുറച്ച് പേര് താഴത്തേക്ക് വരും, അങ്ങനെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ പോകുമല്ലോ. അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും മിസ്സായോ, അവർ തട്ടിക്കൊണ്ടുപോയാന്ന് അറിയുന്നു. മേലെ CCTV ഇല്ല, ബോർഡ് വെച്ചിട്ടുണ്ട്. CCTV ഇല്ല അവിടെ. ഞാൻ ചോദിച്ചപ്പോൾ CCTV ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ CCTV ഇല്ല പറഞ്ഞ ആൾ. അവിടെ നടത്തിയിരുന്നു എന്നാണ് പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ പോകുന്നത്. ഈ ഇത് കഴിഞ്ഞപ്പോൾ വേറെ ആൾക്കാർ അവിടെ നിന്നാണ്, അവരൊന്നും വന്നിട്ടില്ല. കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്. അവരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, അത്ര തന്നെ. സംശയം തോന്നാനുള്ള കാരണം, ഞങ്ങൾ ഈ കുട്ടിയെ കാണാതായിട്ട് അന്നത്തെ ദിവസം മുഴുവൻ തിരഞ്ഞതാണ് അവിടെ. ഇപ്പോൾ ഈ പറയുന്ന ലൊക്കേഷനിലും ആ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം കുട്ടിയെ കാണാതായത് നമ്മൾ ലാസ്റ്റ് കാണുന്നത് വേറെ ലൊക്കേഷനിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഏതൊരു പറഞ്ഞില്ല 5:20 ആ ലൊക്കേഷൻ വെച്ച് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞാൻ നേരെ താഴത്തേക്ക് പോയി, വാട്ടർഫാൾ കാണാൻ പോയി. എന്നിട്ട് ഞാൻ തിരിച്ച് 5:26 തിരിച്ച് ഈ ലൊക്കേഷനിൽ വരുമ്പോൾ ഈ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ ഈ കുട്ടി അവിടെ നിന്ന് പോയി, ഇവരും കൂടുതലുള്ളവരെല്ലാവരും അവിടെ നിന്ന് കയറിപ്പോയി. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പാർക്കിങ്ങിൽ വന്നപ്പോൾ പറഞ്ഞു കുട്ടി അവിടെ എത്തിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്ന ഏകദേശം അവർ പറഞ്ഞറിവ് വെച്ചുള്ള ലൊക്കേഷൻ. അപ്പോൾ അവിടെ ഈ കുട്ടിയുടെ അച്ഛനും ബാക്കി ആൾക്കാരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അവർ ആ ചെരുവും ഇതൊക്കെ നോക്കി ഫോട്ടോ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടി ആ വഴി ഇറങ്ങി പോകാനുള്ള സാധ്യതയില്ല. ഇല്ല അതിനുള്ള സമയവും കിട്ടിയില്ല. വരികയാണെങ്കിൽ ഇടയ്ക്ക് ഇവരെല്ലാവരും കാണുമായിരുന്നു. ഞങ്ങളുടെ ബാക്കി ടീമുള്ള ആൾക്കാരെല്ലാവരും കാണുമായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് പിക്ചർ ഇട്ടാൽ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാലും ആ ഭാഗത്ത് വരാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഡോഗ് സ്ക്വാഡ് വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് വട്ടി മണം പിടിച്ച് വന്നത് ഈ കുട്ടി ഇരുന്ന ഭാഗത്ത് നിന്ന് അങ്ങനെ കയറി ലെഫ്റ്റ് സൈഡിലേക്ക് റോഡിലേക്ക് ഒരു വഴിയുണ്ട്. ഈ പാർക്കിങ്ങിൽ വരാം, അങ്ങനെ രണ്ടായിട്ട് കിടക്കുന്ന, ഒന്നുകിൽ സ്ട്രൈറ്റ് പോവും, ഒന്നുകിൽ ലെഫ്റ്റ് കയറും. ലെഫ്റ്റ് ഇങ്ങനെ കയറി റോഡിൻ്റെ ഈ അറ്റത്ത് വരും. അപ്പോൾ ഡോഗ് സ്ക്വാഡ് ഈ പട്ടി ഈ വഴിക്ക് അങ്ങനെ മണം പിടിച്ച് കയറി അവിടെ കടയുണ്ട്, കടയുടെ സൈഡിൽ വന്ന് അവിടെ നിന്നു. പിന്നെ ഡോഗ് ആയിട്ട് തിരിച്ചു പോയത്, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇത് കിട്ടിയില്ല. അപ്പോൾ ആ കട എനിക്ക് വന്ന് എന്തൊക്കെ ഈ അങ്ങാടി മരുന്ന് അങ്ങനെ എന്തെങ്കിലും വിൽക്കുന്ന കടയാണെന്ന് എൻ്റെ ഓർമ്മ. എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചാലും ഡ്രഗ്സോ എന്തെങ്കിലും യൂസ് ചെയ്തോ അങ്ങനെ ഇതൊന്നും അറിയില്ല. ഇല്ല, ചോദ്യം ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങളത് ആദ്യം തൊട്ട് പറയുന്ന ലോക്കൽസിനെ ചോദ്യം ചെയ്യണം. ആരുടെ ഒരു ഡീറ്റെയിൽ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. പിഴവ് ഇത് തന്നെ, അവിടെ ഉള്ളവർ ചോദ്യം ചെയ്തില്ല. ഏറ്റവും വലിയ പിഴവ് അത് തന്നെ. അവിടെ വിശദമായി ചോദിച്ചാൽ അവിടെ ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല. പോലീസ് ആദ്യം വന്ന പോലീസുകാർ ഞങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ. കുട്ടിക്ക് ആരോട് അടുപ്പുണ്ട് അവരുടെ കൂടെ കയറിപ്പോയി, അല്ലാതെ ഒരു അപകടം പെടുത്താൻ ഇവിടെ പറ്റില്ല, അങ്ങനെ ഒരു ഇതിലായിരുന്നു അവർ ആദ്യം തൊട്ട് തന്നെ. പിന്നെ അപകടം പറ്റാൻ സാധ്യതകൾ നമ്മൾ ലാസ്റ്റ് കണ്ട ലൊക്കേഷൻ അവിടെ എവിടെയും കിട്ടിയിട്ടുമില്ല. അവിടുത്തെ ചിലവരൊക്കെ സഹകരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഹോട്ടലുകാർ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ എല്ലാം തിരയാനും. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ അന്ന് തിരഞ്ഞിട്ടുണ്ട്, താഴത്ത് പോയിട്ടില്ല, പക്ഷെ മുകളിൽ ഭാഗത്തൊക്കെ അന്ന് തിരഞ്ഞിട്ടുണ്ട്. ഇല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഞങ്ങളറിവില്ല. എല്ലാം സംഭവിച്ചിട്ടുണ്ടോയെന്നറിയില്ല.